പലരും വിഷമം പറഞ്ഞൊരു വിഷയമാണ്, വീട്ടിൽ എന്തോ ഒരു ദോഷമുണ്ട് ഉസ്താദേ, മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന്. വീട്ടിൽ ഞാൻ ചെയ്യുന്നതിലെല്ലാം പ്രശ്നങ്ങളാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അടിയും വഴക്കുമാണ്, പരസ്പരം കലഹങ്ങളാണ്. അതുപോലെ തന്നെ ചെയ്യുന്നതൊന്നും പച്ച പിടിച്ച് കിട്ടുന്നില്ല, ജോലി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കുന്നു, എപ്പോഴും രോഗമാണ്. ഒരാൾക്ക് രോഗം മാറി അടുത്ത ആളെ കൊണ്ടുപോകേണ്ട അവസ്ഥ, ഹോസ്പിറ്റലും വീടുമായി മാറിയും തിരിഞ്ഞും നടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ദോഷം മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇങ്ങനെ ചോദിച്ച പല ആളുകളുമുണ്ട്. എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. തീർച്ചയായും പരിഹാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ട ചില വിഷയങ്ങൾ, ഒരു 5ഓളം വരുന്ന നല്ല ഗൗരവമുള്ള ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് മുഴുവനായി കേൾക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന മാർഗങ്ങളെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും ദുആ ഇറക്കാൻ ഏൽപ്പിച്ചതും അതുപോലെ തന്നെ പല പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിച്ചൊരു വിഷയമാണ്, വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, താമസിക്കുന്ന വീട്ടിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്, അത് മാറിക്കിട്ടാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. പല വിഷമങ്ങളും പറഞ്ഞ് നിത്യമായി രോഗികളായി കഴിയുന്നവർ, അതായത് എപ്പോഴും ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ. ഒരു അസുഖം മാറുമ്പോൾ അടുത്തത് വരിക, ഒരാൾക്ക് മാറുമ്പോൾ അടുത്ത ആൾക്ക് വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഏർപ്പെടുക, എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുക, ഇങ്ങനെ തുടങ്ങി വീടുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, എന്തോ ഒരു പോരായ്മയുണ്ട്, എന്തോ ഒരു കണ്ണേറോ എന്തോ സിഹറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷമോ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുകയും പരിഹാരം തേടുകയും ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ വീടായിക്കൊള്ളട്ടെ, അതേതായിക്കോട്ടെ, സ്വന്തം വീടാകട്ടെ, ഇനി വാടക വീടാകട്ടെ, കോട്ടേഴ്സുകളാകട്ടെ, അതുപോലെ തന്നെ ലോഡ്ജുകളാകട്ടെ, അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലുള്ള റൂമുകളാകട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്കുള്ള പ്രശ്നങ്ങൾ മാറാൻ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം നീങ്ങിയിട്ട് സന്തോഷവും സമാധാനവും കടന്നു വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവനായി കേൾക്കുക, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള ഷർറുകളെ, ബലാഉകളെ തട്ടിമാറ്റാൻ ഇൻഷാ അല്ലാഹ് ഇത് ഉപകരിക്കുന്നതാണ്. വലിയ പ്രയാസമുള്ള സംഗതികളൊന്നുമല്ല, നമുക്കൊക്കെ അറിയാവുന്ന, നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമുള്ള സംഗതികളാണ്. നമ്മൾ എപ്പോഴും പുറത്തു നിന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ പല സ്ഥലങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളാണ് ഇല്ലേ. പുറത്തൊക്കെ നടക്കുമ്പോൾ പല മേഖലകളിലും പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്, പല കാര്യങ്ങളിലും ഇടപെടുന്നവരാണ്. പല ഷെറുകളും നമ്മുടെ ചുറ്റുഭാഗത്തും വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നടക്കുന്നതിന് ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതിന് ചുറ്റും, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകൾക്ക് ചുറ്റുമൊക്കെ പല ഇടങ്ങേറുകളെ കൊണ്ടും വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുസീബത്തുകളുടെയും അല്ലെങ്കിൽ ഇടങ്ങേറുകളുടെയും ശൈത്താന്മാരുടെയും ജിന്നുകളുടെയൊക്കെ ഇടയിൽ നിന്നാണ് നമ്മൾ ഈ വീടുകളിലേക്ക് കയറി വരുന്നത്. വീടുകളിലും നല്ല ജിന്നുകളും മോശപ്പെട്ട ജിന്നുകളും ഉണ്ട്, ശൈത്താന്മാരുണ്ടാകും, മലക്കുകളുണ്ടാകും. അപ്പൊ ഇങ്ങനെ പല നമ്മൾ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള അദൃശ്യമായ പല ശക്തികളും നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഈ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും കയറി വരുന്ന ഒരാള് അതേ അവസ്ഥയുമായിട്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് എങ്കിൽ പുറത്തുള്ള ഷെറുകൾ നമ്മുടെ വീട്ടിലേക്ക് കടക്കാൻ കാരണമായി തീരും. മോശപ്പെട്ട ജിന്നുകൾ വസിക്കുന്ന അല്ലെങ്കിൽ മോശപ്പെട്ട ശൈത്താന്മാരുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഒരാൾ കടന്നു വരുന്നത്. എവിടെയാണ് ആ സ്ഥലം എന്ന് ചോദിച്ചാൽ ഇന്ന സ്ഥലമൊക്കെ ശൈത്താന്മാർ വസിക്കുന്നത്. അപ്പം ബാത്റൂമുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, എന്താണ്, മൂത്രപ്പരയും ബാത്റൂമും ഒക്കെ ശൈത്താന്മാർ വസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ കയറിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടിയിട്ട് വേണം. കയറുമ്പോൾ കാവൽ തേടണം, ഇറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് വേണം ഇറങ്ങാൻ, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശൈത്താന്മാർ നമ്മുടെ കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യാതെ പല സ്ഥലങ്ങളിലും പോയിട്ട് വരുന്ന ആളുകൾ, അപ്പൊ അവരുടെ കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ശപിക്കപ്പെട്ട പിശാചുക്കൾ അല്ലെങ്കിൽ മോശപ്പെട്ട ജിന്നുകളൊക്കെ കൂടെ കൂടാൻ സാധ്യതയുണ്ട്. അവർ വീട്ടിലേക്ക് കടന്നു വരികയും ആ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രയാസങ്ങൾ ഉണ്ടാക്കാനും രോഗങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് കാരണമായി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ പോയിട്ട് വീട്ടിലേക്ക് കടന്നു വന്നാലും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ വീട്ടിൽ ആളുണ്ടാകട്ടെ ആളില്ലാതിരിക്കട്ടെ,
വീട്ടിൽ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്ത് പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന സലാം പറഞ്ഞുകൊണ്ടാവണം കയറേണ്ടത്. കാരണം വീട്ടിലേക്ക് അങ്ങനെ കടന്നു വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഈ വീട്ടിൽ വസിക്കുന്ന ആളുകൾക്ക്, ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക്. അപ്പൊ അവിടെ ചിലപ്പോൾ നല്ലവരായ ജിന്നുകൾ ഉണ്ടാവും, നല്ല മലായിക്കത്ത് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെയാണ് ഈ സലാം പറയുന്നത്. അപ്പൊ അങ്ങനെ സലാം പറഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ സലാം പറയുന്ന സമയത്ത് സാക്ഷാൽ ഇബ്ലീസുകളും ശൈത്താന്മാരും ഒക്കെ അവർ മാറിക്കും. അവരെ വീട്ടിനകത്തേക്ക് കയറൂല, അവർ വീട്ടിനകത്തേക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടൂല. അതുപോലെ തന്നെ കടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് എന്ത് ചെയ്യാം? കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കുക. കാരണം ബിസ്മി ചൊല്ലി കയറുന്ന സ്ഥലത്തേക്ക് ഇബ്ലീസിന് കടക്കാൻ കഴിയില്ല, മോശപ്പെട്ട ജിന്നുകൾക്ക് ശൈത്താന്മാർക്ക് കടക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ വീട്ടിലേക്ക് ഇനി കടക്കുമ്പോൾ എപ്പോഴാണെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് കടക്കാൻ പാടുള്ളൂ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് സുബഹി ഖളാ ആക്കിക്കൊണ്ട് കിടന്നുറങ്ങാതിരിക്കാം. അങ്ങനെ കിടന്നുറങ്ങുന്ന വീടുകളിൽ എന്തുണ്ടാവൂല? അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവില്ല. അവിടെ ഷെറുകൾ ഉണ്ടാകാനും മുസീബത്തുകൾ സംഭവിക്കാനും ഒക്കെ കാരണമായി തീരും. അപ്പൊ എന്ത് ചെയ്യുക? അത് വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കാം ആ വിഷയം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ സമയം നമുക്ക് ഏറ്റവും ബറക്കത്തിറങ്ങുന്ന ഒരു സമയമാണ്, റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്തെ പരിഗണിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ഷെറുകൾ ഉണ്ടാകാനും മുസീബത്തുകൾ ഉണ്ടാകാനും കാരണമായി തീരുന്നതാണ്. അതോടൊപ്പം തന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങാം. ആ വീട്ടുകളിലും എന്തുണ്ടാകും? ഇടങ്ങേറുകൾ ഉണ്ടാകും. സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ കിടന്നുറങ്ങാം. അതിനിടയിലുള്ള സമയം, സുബഹി മുതൽ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെയുള്ള ആ സമയത്തിനുള്ളിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, ആ വീട് അങ്ങനത്തെ ആളുകൾ വസിക്കുന്ന വീടാണോ, ആ വീട്ടിൽ നിന്നുണ്ടാകും. ചെറിയ മക്കളെയല്ലേ ഈ പറയുന്നത്, പ്രായപൂർത്തിയും വകതിരിവും ഒക്കെ എത്തിയ ആളുകളെ പറ്റിയാണ് പറയുന്നത്. ചെറിയ കുട്ടികൾ ചിലപ്പോൾ ആ സമയത്ത് കിടന്നുറങ്ങുന്നുണ്ടാവും, അവരെ സംബന്ധിച്ചല്ല, അവർക്ക് ഉറങ്ങിക്കോട്ടെ, അവർ വിഷയമല്ല. അല്ലാത്ത ആളുകൾ, ഈ പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിവും ഒക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടുകയും മുസീബത്തുകൾ ഇറങ്ങാൻ കാരണമായി തീരുകയും ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ 3 വിഷയം വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് ബിസ്മി ചൊല്ലിയിട്ട് കയറുക. സുബഹി നിസ്കാരം ഖളാ ആക്കാതെ നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ആ സമയത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത് കിടന്നുറങ്ങാതിരിക്കുക. ഇനിയോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പരിശുദ്ധ ഖുർആൻ നമുക്കൊരു അത്താണിയാണല്ലോ. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ബറക്കത്താണ് വീട്ടിൽ. സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഒരാൾക്ക് പാരായണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ വലിയ സന്തോഷം ഉണ്ടാവും. വെറുതെ പറയല്ല, സൂറത്ത് യാസീൻ വലിയ പവർ ഉണ്ട്. സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാം. സൂറത്ത് യാസീൻ എന്ത് ആവശ്യം വെച്ചാണ് ഒരാൾ പാരായണം ചെയ്തത്, ആ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന്. ഇപ്പൊ ഞാൻ എന്റെ നല്ലൊരു ഉദ്ദേശം വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതി, എന്നാൽ ആ ഉദ്ദേശത്തെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുന്നതാണ്. അത്രയേറെ പവർ ഉണ്ട് സൂറത്ത് യാസീൻ. അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം, വീട്ടിലെ ദോഷങ്ങളൊക്കെ മാറണം, സ്വസ്ഥത ഉണ്ടാകണം, ഐശ്വര്യങ്ങൾ ഉണ്ടാകണം, ബറക്കത്ത് ലഭിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാം. ഏറ്റവും നല്ലത് സുബഹി നിസ്കരിച്ച ഉടനെ ഓതലാണ് നല്ലത്. അതിന് സമയം കിട്ടിയില്ല, മഗ്‌രിബ് നിസ്കരിച്ചോ, ഇനി അപ്പോഴും പറ്റിയില്ല. എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ കൃത്യമായി മുടങ്ങാതെ സൂറത്ത് യാസീൻ ഓതാം. അപ്പൊ ഇനി വിഷമിക്കേണ്ട. ചില ആളുകൾ വിചാരിക്കും, ഉസ്താദ് എനിക്ക് യാസീൻ ഒന്നും ഓതാൻ അറിയില്ല, പരിശുദ്ധ ഖുർആനിലെ വലിയ വലിയ സൂറത്തുകളൊന്നും ഓതാൻ അറിയില്ല. ചില ആളുകൾ മുൽക്ക് ഓതാൻ പറയുന്നുണ്ട്, വാഖിഅ ഓതാൻ, സൂറത്തുൽ സജദ ഓതാനും അതുപോലെ ദുഹാൻ ഓതാനും ഒക്കെ പറയണം. പക്ഷെ അത് ഓതാൻ നമുക്കറിയില്ല, അറബി വായിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന്? സൂറത്തുൽ ഫാത്തിഹ എങ്കിലും ഓതാൻ അറിയും. നമുക്ക് ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തെങ്കിലും, ഇനി ഒന്നും അറിയില്ല, ഒരൊറ്റ ആയത്തും അറിയില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയാം, ആ ഒരു ആയത്തെ അറിയുള്ളൂ. എന്നാൽ അതൊരു ആയത്താണ്, ഖുർആനിലെ ഒരു ആയത്താണല്ലോ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രമേ ഒരാൾക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സൂറത്തുകളൊക്കെ അറിയാം. സൂറത്തുൽ ഫാത്തിഹ എന്തായാലും ഒട്ടുമിക്ക ആളുകൾക്കും അറിയാലോ. അപ്പൊ അങ്ങനെ ഫാത്തിഹ അറിയാം. അപ്പൊ അങ്ങനെ ചെറിയ സുഹൃത്തുക്കളെ അറിയുള്ളൂ, വലിയ വലിയ സുഹൃത്തുക്കളൊന്നും അതാൻ അറിയില്ല. എന്നാൽ അവർ വിഷമിക്കേണ്ട. പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്ത്, ഏതെങ്കിലും അറിയുന്ന ഒരു സൂറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തോ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഓതണം. എല്ലാ ദിവസവും മുടങ്ങാതെ, ഒരു ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരായത്തെങ്കിലും നമ്മുടെ വീട്ടിൽ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഓതണം ഇൻഷാ അല്ലാഹ്. ആ ഓതുന്ന സമയത്ത് നമുക്ക് അവിടെ റഹ്മത്ത് ഇറങ്ങും, നമുക്ക് ബർക്കത്തുണ്ടാകാൻ കാരണം. ഇങ്ങനെ ഒരു ആയത്ത് ഓതാത്ത വീടുകളാണെങ്കിലും, ഈ ആയത്ത് ഓതുന്ന വീടുകളിലെ പ്രത്യേകത എന്താ അറിയോ? ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുന്ന, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടാണ് എങ്കിൽ അവിടേക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും, ഒന്നാമത്. രണ്ടാമത് നല്ല ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാവും. ഇങ്ങനെ വന്നാൽ എന്താ ഗുണം? നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി ആമീൻ പറയാൻ, നമ്മൾ ദുആ ഇറക്കുമ്പോൾ അതിന് ആമീൻ പറയാനൊക്കെ
ഈ മലക്കുകളും നല്ല ജിന്നുകളും ഒക്കെ ഉണ്ടാവും. നല്ല ജിന്നുകൾ എന്ന് വെച്ചാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ ഇബാദത്ത് ചെയ്യുന്ന മുത്തഖീങ്ങളായ ജിന്നുകളുണ്ട്. ഇല്ലേ, ജിന്നുകളെല്ലാം മോശക്കാരല്ലല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുകളെയും അള്ളാഹു പഠിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ജിന്നുകളുണ്ട്. മോശപ്പെട്ട ജിന്നുകളാണ് ശൈത്താന്റെ അനുയായികൾ, ഇബ്ലീസിന്റെ അനുയായികളായി പോകുന്നത്, നമ്മളെ പഴിപ്പിക്കാൻ നടക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ അനുസരിക്കുന്ന മുത്തഖീങ്ങളായ ജിന്നുകളാണ്. അവര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ദുആ ചെയ്യും, നമുക്ക് സഹായത്തിനെത്തും, നമ്മുടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മുടെ കൂടെ എന്ത് ചെയ്യും? അത്താണിയായിട്ട് അള്ളാഹു അവരെ നമുക്ക് ഏൽപ്പിച്ചു തരും. മലക്കുകൾ നമുക്കറിയാം, മലക്കുകൾ അള്ളാഹുവിന്റെ ദോഷങ്ങളൊന്നും ചെയ്യാത്ത, പാപങ്ങളൊന്നും ചെയ്യാത്ത അടിമകളാണ്. അപ്പൊ മലക്കുകളും നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ദുആ ചെയ്യും, നമുക്ക് വേണ്ടി ആമീൻ പറയും. നമ്മൾ ചെയ്യുന്ന ദുആയിൽ മലക്കുകൾ ഇറങ്ങുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം ഇറങ്ങും. കാരണം മലക്കുകൾ നല്ല സ്ഥലങ്ങളിലേ വരുള്ളൂ. മോശപ്പെട്ട സ്ഥലങ്ങളിലൊന്നും മലക്കുകൾ കയറി വരില്ല. ബാത്റൂമിന്റെ ഉള്ളിലൊന്നും മലക്ക് കയറി വരില്ല. മലക്കുകൾ എന്ത് ചെയ്യും? നല്ല സ്ഥലങ്ങളിലാണ് മലക്കുകൾ പ്രവേശിക്കുക. അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും മലക്കുകൾ പ്രവേശിക്കൂല. അവർക്ക് നല്ല വൃത്തിയും മെനയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് രൂപം മാറാനുള്ള കഴിവുണ്ട്. പക്ഷേ പട്ടിയുടെയും പന്നിയുടെയും രൂപത്തിൽ മലക്കുകൾ രൂപം മാറൂല. കാരണം എന്തേ? അത് നജസ്സുകളാണ് രണ്ടും. അപ്പൊ അതുകൊണ്ട് അതിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുക? ബാക്കി ഏത് ജീവിയുടെയും ഏത് മനുഷ്യന്റെയും കോലത്തിൽ മാറാൻ ആർക്ക് കഴിവുണ്ട്? മലക്കുകൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ജിന്നുകൾക്കും കഴിവുണ്ട്. പക്ഷെ ജിന്നുകൾ എന്ത് ചെയ്യും? അവർ പട്ടിയുടെയും പന്നിയുടെയും ഒക്കെ കോലത്തിൽ മാറും. ഏത് കോലത്തിലും അവർ മാറും. പക്ഷെ മലക്കുകൾ എന്ത് ചെയ്യൂല? അങ്ങനെ പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ മാറൂല. കാരണം മാറാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, ആ മാറാത്തത് ഈ രണ്ട് ജീവികളെയും അള്ളാഹു നജസായിട്ട് പടച്ചതുകൊണ്ടാണ്, നജസാക്കിയത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ നജസായ രൂപത്തിലേക്ക് മാറാൻ മലക്കുകൾ കൂട്ടാക്കൂല. അത്രത്തോളം സൂക്ഷ്മതയിൽ ജീവിക്കുന്നവരാണ്, അത്രത്തോളം പരിശുദ്ധരാണ് മലക്കുകൾ. അവരിറങ്ങുന്ന സ്ഥലത്ത് എന്തുണ്ടാകും? റഹ്മത്ത് ഉണ്ടാകും, അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഐശ്വര്യവും അതുപോലെ തന്നെ വലിയ ബറക്കത്തും സ്വസ്ഥതയൊക്കെ ഉണ്ടാകും. അവിടെയാണ് സക്കീനത്ത് ഇറങ്ങുക, സമാധാനം ഇറങ്ങുക. ആ വീടുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യം കൊണ്ട് നിറയ്ക്കുക. അപ്പൊ അങ്ങനെ ഐശ്വര്യം ഇറങ്ങാൻ ഖുർആൻ ഓതുന്ന വീടുകളാണെങ്കിൽ അവിടെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കും, അള്ളാഹു അവസരം നൽകും. അപ്പൊ അതുകൊണ്ടാണ് ഒരായത്തെങ്കിലും ദിവസം ഓതണം, മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഒരായത്തെങ്കിലും അറിയുന്ന ഏതെങ്കിലും ഒരു സൂറത്ത്, ഇനി ഒന്നും അറിയില്ല, ഖുൽ ഹുവല്ലാഹു ഏത് സൂറത്ത് അറിയോ, എന്നാൽ അതെങ്കിലും ഓതാം. ഏതാ അറിയുന്നത്? വലിയ വലിയ സൂറത്ത് ഓതാൻ അറിഞ്ഞില്ല എങ്കിൽ, ഇനി ഒന്നും അറിയില്ല, ഒരൊറ്റ സൂറത്ത് ഓതാൻ അറിയില്ല എങ്കിൽ നമ്മുടെ ഫോണുകളിൽ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ഖാരിന്റെ ഖിറാത്ത്, നമ്മൾ ഖുർആൻ ഓതുന്ന ഒരാളുടെ സൂറത്ത് യാസീൻ എന്ന് അടിച്ചു കൊടുത്താലും അല്ലെങ്കിൽ സൂറത്ത് റഹ്മാൻ എന്ന് അടിച്ചു കൊടുത്താലും നമുക്ക് ഏത് സൂറത്താണോ വേണ്ടത് ആ പേരൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരായണം ചെയ്ത നല്ല മനോഹരമായ വീഡിയോകൾ കിട്ടും. അത് ഓപ്പൺ ആക്കി വെക്കാം, നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഓതുന്നത് കേൾക്കട്ടെ. ആരെങ്കിലുമൊക്കെ ഓതുന്നത് ഇങ്ങനെ വീടുകളിൽ മുഴങ്ങി കേൾക്കട്ടെ. അതും ഒരു റാഹത്താണ്, സന്തോഷമാണ്. നമ്മൾ ഓതാൻ പഠിക്കുക, അത് വേറെ കാര്യം. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ വീടുകളിൽ എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുക, ഒരു ആയത്തെങ്കിലും ഓതാം. ഇനി ഇതും പരിഗണിക്കാതെ ഒട്ടും ഖുർആൻ ഓതാത്ത വീടുകളാണെങ്കിലോ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഖുർആൻ ഒരിക്കൽ ഒരു തരി പോലും, ഒരു ആയത്ത് പോലും ഓതാത്ത വീടുകളാണെങ്കിൽ, അങ്ങനത്തെ വീടുകളുണ്ട്. അങ്ങനത്തെ വീടുകളാണെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് ആ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അങ്ങനത്തെ വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരിക്കും, ബുദ്ധിമുട്ടുകളായിരിക്കും, ടെൻഷനുകളായിരിക്കും, അവർക്ക് ബേജാറുകളും വേവലാതികളുമായിരിക്കും. എന്തേ കാരണം? അങ്ങനെ ഖുർആൻ ഓതാത്ത വീടുകളിലേക്കാണ് ഇബ്ലീസിന് കൂടുതൽ സാന്നിധ്യം ലഭിക്കുക. ഇബ്ലീസിന്റെ കൂടുതൽ കടന്നുകയറ്റം ഉണ്ടാകുക, ശൈത്താന്മാർക്ക് കൂടുതൽ വിഹരിക്കാനുള്ള സ്ഥലം കിട്ടുക എവിടാ? ഈ ഖുർആൻ ഓതാത്ത വീടുകളില. അവിടെ മലക്കുകൾ ഉണ്ടാവൂല. അപ്പൊ ഇവരെ തടയാൻ, ഈ വരുന്ന ഇബ്ലീസുകളെ തടയാൻ മലക്കുകൾ ഉണ്ടാവൂല, നല്ല ജിന്നുകളും ആ വഴിക്ക് പ്രവേശിക്കൂല. അപ്പൊ അവിടെ ആരെ ഉണ്ടാവുള്ളൂ? ഈ മോശപ്പെട്ട ശൈത്താന്മാര് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള വീടുകളിൽ എങ്ങനെയാണ് റഹ്മത്ത് ഉണ്ടാകുക? ഉണ്ടാവൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വീടുകളിലായിരിക്കും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരിക. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കുക, എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ടോ? അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടോ? സുബഹി ഞാൻ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് സലാം പറയാറുണ്ടോ? ഞാൻ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണോ കടക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ സുബഹി ഖളാക്കി ഉറങ്ങുന്ന ആളാണോ? അല്ലെങ്കിൽ ഞാൻ സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്ന ആളാണോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഏതെങ്കിലും ഒരു ഖുർആന്റെ ആയത്തെങ്കിലും എന്റെ വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് നമ്മുടെ വീട്ടിലെ പ്രശ്നമെന്ന്. നമ്മുടെ വീട്ടിലെ പ്രശ്നം എന്താണ്, പ്രയാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മരുന്ന് ചെയ്യേണ്ടത്. അല്ല എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതരുത്. നമ്മുടെ ജീവിതശൈലി തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, എന്തു ചെയ്താലും പ്രശ്നമാണ്, എവിടെ കൈ തൊട്ടാലും പ്രശ്നമാണ്, എവിടെ തിരിഞ്ഞാലും പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കാനും അവർക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിയാനുമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, നമ്മുടെ പ്രയാസങ്ങൾ നീക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള സർവ്വ ബലാഉകളെയും മുസീബ
മുൻകറാത്തുകളെയും ഫിത്തിനകളെയും ഫസാദുകളെയും ഇടങ്ങേറുകളെയും സിഹറുകളെയും കണ്ണേറുകളെയും ദോഷങ്ങളെയും എല്ലാം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും നാളെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടു കൂടി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.